വയനാട് എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ തന്റെ കന്നി പ്രസംഗം കാഴ്ചവെച്ചു. പ്രിയങ്ക പ്രധാനമായും സംസാരിച്ചത് ഭരണഘടനയുടെയും സംവരണത്തിന്റെയും വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഭരണഘടനാ സുരക്ഷാ കവചമാണ്, എന്നാൽ ഭരണകക്ഷി ആ കവചം തകർക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്ന് പറഞ്ഞ പ്രിയങ്ക ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചു. ഇന്ത്യൻ ജനതയുടെ ചെലവിൽ വ്യവസായി ഗൗതം അദാനിയോട് ബിജെപി സർക്കാർ അനാവശ്യ പ്രീണനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച കോൺഗ്രസ് നേതാവ് 142 കോടി പൗരന്മാരുടെ ക്ഷേമത്തിനേക്കാൾ ഒരു വ്യക്തിയുടെ താൽപര്യങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കുറ്റപ്പെടുത്തി. അദാനി വിഷയത്തിൽ യുഎസിന്റെ ആരോപണം സഭയിൽ ചർച്ച ചെയ്യാൻ ഭരിക്കുന്ന സർക്കാർ തയ്യാറല്ലെന്ന് അവർ പറഞ്ഞു. വിയോജിപ്പുകൾ നിശബ്ദമാക്കാൻ എൻഡിഎ സർക്കാർ അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുകയാണെന്നും ഇതിലൂടെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുന്നത് അവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലായിരുന്നുവെങ്കിൽ ഭരണഘടന മാറ്റാനുള്ള ശ്രമങ്ങൾ ബിജെപി തുടങ്ങുമായിരുന്നുവെന്നും അവർ പറഞ്ഞു. ലാറ്ററൽ എൻട്രിയിലൂടെയും സ്വകാര്യവൽക്കരണത്തിലൂടെയും സംഭരണത്തെ ദുർബലപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ പ്രിയങ്ക എല്ലാവരുടെയും അവസ്ഥ അറിയാനും അതിനനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കാനും രാജ്യവ്യാപകമായി ജാതി സെൻസസ് ആവശ്യമാണെന്ന് എടുത്തു പറഞ്ഞു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.